ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കൊന്നും അറിയില്ല സർ. കോവിലകത്തിന്റെ പല ഭാഗത്തും പോയി ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഈ വിളക്കെടുത്തത് മോഷ്ടിക്കാനല്ല, തുടച്ച് വൃത്തിയാക്കാനായിരുന്നു. പുറത്തു നിന്നിരുന്നവള് അതിനു മുൻപ് ഏത് വഴിയിലൂടെ എപ്പോഴും അടുക്കളയിൽ എത്തിയത്? ഇവിടെയൊന്നും ശ്യാമിനെയോ അവന്റെ അച്ഛനെയോ അമ്മയോ ആരെയും കാണുന്നില്ലല്ലോ. വീട്ടിൽ ആരും ഇല്ലാത്ത തക്ക നോക്കി മോഷ്ടിക്കാൻ വന്ന കള്ളിയായിരിക്കും ഇവള്. അവൾ എവിടുന്ന് മുങ്ങിയോ? മായാജാലം പഠിച്ച കള്ളി അവള്. അവളുടെ ലക്ഷ്യം മോഷണം തന്നെയാ. ഏത് വഴിക്ക് അവളെ മുങ്ങിയിരിക്കുന്നത്? എങ്ങനെങ്കിലും അവളെ പിടിക്കണം. വളരെ വിലപിടിപ്പുള്ള വിളക്കുകളാ മോഷ്ടിക്കുക അവളുടെ ലക്ഷ്യം. ഒരു സംശയം വേണ്ട, ഇവള് പേരും കള്ളിയാ. ഓടി വരണേ, എല്ലാരും ഓടി വരണേ. ശ്യാം ഈ വീട്ടിലുണ്ട്. ദേവി, ഈ ബഹളം കേട്ട് ശ്യാം ഓടിയെത്തി. എന്നെ കണ്ട ഞാൻ വർഷയാണെന്ന് അവൻ കൃത്യമായിട്ട് തിരിച്ചറിയും. ദേവി, എന്നെ കാത്തോളെ. അവിടുന്നല്ലേ ഇവിടെ കേൾക്കുന്നത്? ഇതൊരു കഷ്ടം. അങ്ങനെ ഇപ്പൊ നീ പോണ്ട. എന്താ മോളെ? അമ്മേ, ഇവള് കള്ളിയാ. മോഷ്ടിക്കാൻ ഇവള് ഈ വീട് മുഴുവൻ തപ്പുന്നത് ഞാൻ കണ്ടതാ. അവസാനം ഈ പൂജാമുറിയിലെ വിളക്കെടുത്തപ്പോഴാ ഞാൻ വിളിച്ചു കൂവിയത്. കണ്ടില്ലേ തൊണ്ടി മുതലായിട്ട് അവളുടെ ഒരു നിൽപ്പ്? ഇതിൽ നിന്ന് മനസ്സിലായില്ലേ ഇവളൊരു പേരും കള്ളിയാണെന്ന്? ഇത് ഇവിടുത്തെ ജോലിക്കാരിയാ.
അമ്മു. അയ്യോ, ശ്യാം. ശ്യാം ഇവിടെ വന്ന എന്നെ കാണുമല്ലോ ഈശ്വര. അമ്മയെ സഹായിക്കാനായിട്ട് ഇവിടെ ഒരു പുതിയ ജോലിക്കാരി വന്നിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞ് കേട്ടിരുന്നു. അവളെ കണ്ടിട്ടാണോ ദേവിക കള്ളിന്ന് വിളിച്ചത്? ഹലോ സാർ, ഞാൻ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. മോളെ, ഈ കുട്ടിയെ കള്ളിന്നൊക്കെ വിളിക്കാൻ തക്കവണ്ണ ഇവിടെ എന്താ ഉണ്ടായത്? എനിക്കൊന്നും അറിയില്ല സർ. കോവിലകത്തിന്റെ പല ഭാഗത്തും പോയി ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഈ വിളക്കെടുത്തത് മോഷ്ടിക്കാനല്ല, തുടച്ച് വൃത്തിയാക്കാനായിരുന്നു. എന്റെ പ്രവൃത്തികളെ രഹസ്യമായിട്ട് വെച്ച് എന്നെ വാച്ച് ചെയ്തുകൊണ്ട് ഈ കുട്ടി പുറകെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല സർ. പിന്നെന്തിനാ ഞാൻ കള്ളിന്ന് വിളിച്ച് കൂവിയപ്പോ നീ ഞെട്ടിയത്, മുഖം തിരിച്ചത്? ഞാൻ പൂജാമുറിയുടെ മുന്നിലല്ലേ നിന്നത്. നിരപരാധിയായ എന്നെ കള്ളിയാക്കിയപ്പോ ഞാൻ മുഖം തിരിച്ചത് ഭഗവാന്റെ നേർക്കാം. നിരപരാധിയായ എന്നെ കള്ളിയാക്കരുത് എന്ന് അപേക്ഷിക്കാൻ. മോളെ, നീ അമ്മൂനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. അമ്മ കള്ളിയൊന്നുമല്ല, സത്യസന്ധതയും ആത്മാർത്ഥതയുള്ള നല്ലൊരു ജോലിക്കാരിയാ. പെൺമക്കളില്ലാത്ത ഞങ്ങള് അമ്മൂനെ വേലക്കാരിയായിട്ടല്ല, മകളായിട്ട് തന്നെയാ കാണുന്നത്. അതെ മോളെ, ഈ അമ്മ ഇവിടെ വന്നിട്ട് ഒരുപാട് ദിവസമായി. മോഷ്ടിക്കാനായിരുന്നെങ്കിൽ അതിനുള്ള അവസരം എത്രയോ ഉണ്ടായിരുന്നു അറിയോ. ഒരു വൈക്കോൽ തുരുമ്പ് പോലും അവള് മോഷ്ടിച്ചിട്ടില്ല, ഇനിയൊട്ടും മോഷ്ടിക്കേയില്ല. മോളെ, അവളെ തെറ്റിദ്ധരിച്ചതാ. സോറി അമ്മ. മാനത്തെ കൊട്ട